ഇത്തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര മന്ത്രിമാർ ജയിച്ചു വരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഒരു സർക്കാരിൻ്റെ ഭരണ മികവിനെ തെളിയിക്കുന്നതാണ്, അല്ലെങ്കിൽ ഭരണ മികവിനെ വ്യക്തമാക്കുന്നതാണ് ആ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ വിജയവും പരാജയവും. പലപ്പോഴും മന്ത്രിസഭാ അംഗങ്ങളുടെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ റിപ്പോർട്ട് കാർഡ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം മന്ത്രിമാരൊക്കെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ്. അങ്ങനെ അവകാശവാദമാണ് അവർ പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ എത്രത്തോളം ജയിക്കുന്നുവോ എന്നുള്ളത് മന്ത്രിസഭയുടെ മികച്ച പ്രകടനത്തെ അത് വ്യക്തമാക്കുന്നതാണ്. ഒരുപക്ഷെ 2004 നമുക്കറിയാം, കേന്ദ്രത്തിൽ BJP സർക്കാർ വന്നു. അന്ന് ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യമായിരുന്നു അവർ മുഴക്കിയത്. 2004 അവർ തെരഞ്ഞെടുപ്പ് നേരിട്ടു. 1999 അധികാരത്തിലേറുന്നത്. പക്ഷെ 2004 തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഓരോ സ്ഥലത്തും പ്രാദേശികമായ MP-മാർക്കെതിരായിട്ടുള്ള ജനവികാരം ഉണ്ടായിരുന്നു. അപ്പം തങ്ങളുടെ പാർട്ടി ജയിക്കണം, പക്ഷെ തങ്ങളുടെ MP ഇവിടെ തോൽക്കണം, മറ്റ് സ്ഥലത്തൊക്കെ ജയിച്ചോട്ടെ, ഇവിടെ തോൽക്കണം എന്നൊരു നിലപാട് പല സ്ഥലത്തും ജനങ്ങൾ എടുത്തു എന്നൊരു വാദം ഉയർത്തിയിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഇനി MLA-മാരുടെ പ്രവർത്തനം കൊണ്ടാണോ പാർട്ടി തോൽക്കുന്നത്, അതോ മന്ത്രിമാരുടെ പ്രവർത്തനം കൊണ്ടാണോ പാർട്ടി തോൽക്കുന്നത്, അതോ മൊത്തം ഭരണത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണോ തോൽക്കുന്നത് എന്നൊക്കെ നിർണ്ണയിക്കാൻ നമുക്ക് റിസൾട്ട് വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ നമുക്കറിയാം, കേരളത്തിലെ മന്ത്രിമാരിൽ പല മന്ത്രിമാരും കടുത്ത മത്സരമാണ് നേരിടുന്നത് എന്നറിയാം. കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു മത്സരവും നടക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. പിണറായി വിജയനെ നിഷ്പ്രയാസം ജയിച്ചു വരാൻ കഴിയും. ഈവൻ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ച സമയത്തും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയന് അല്ലെങ്കിൽ LDF-ന് നല്ല ലീഡുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിണറായി വിജയൻ ധർമ്മടത്ത് നിഷ്പ്രയാസം ജയിക്കുമെങ്കിൽ കണ്ണൂരിൽ, തൊട്ടടുത്ത് കിടക്കുന്ന കണ്ണൂരിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹം വലിയ എതിർപ്പിനെ നേരിടുകയാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ നിന്ന് ജയിച്ച് വരാൻ കഴിയില്ല എന്നാണ് ഇപ്പോഴത്തെ നിഗമനങ്ങളൊക്കെ. TO മോഹൻ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി TO മോഹനാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ സുധാകരൻ്റെ അനുകൂലികൾ കാല് വാരിയിട്ടില്ലെങ്കിൽ സാധാരണഗതിയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ നിന്ന് ജയിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി TO മോഹനെ K സുധാകരൻ പാരവച്ചില്ലെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ നിന്ന് തോൽക്കും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ നിന്ന് മത്സരിക്കുന്ന AK ശശീന്ദ്രൻ, എലത്തൂരിൽ മത്സരിക്കുന്ന AK ശശീന്ദ്രൻ വളരെ സുരക്ഷിതമായ നിലയിലാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. എന്നാൽ തൊട്ടടുത്ത് ബേപ്പൂരിൽ മത്സരിക്കുന്ന മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് കൂടിയാണ് അദ്ദേഹം കടുത്ത മത്സരമാണ് നേരിടുന്നത്. അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് മുൻ MLA PV അൻവറാണ്. അദ്ദേഹം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്, വളരെ നേരത്തെ തന്നെ ബേപ്പൂർ മണ്ഡലത്തിൽ തൻ്റെ പ്രചരണം തുടങ്ങിയിരുന്നു. മലപ്പുറത്ത് മത്സരിക്കുന്ന V അബ്ദുറഹ്മാൻ, അദ്ദേഹം താനൂർ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ തിരൂർ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണ് തിരൂർ. ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തിരൂരിൽ വിജയിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. പക്ഷേ മന്ത്രി എന്ന നിലയിൽ തൻ്റെ വ്യക്തിപരമായ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപക്ഷെ അബ്ദുറഹ്മാന് ജയിച്ച് വന്നേക്കാം. പക്ഷേ എന്നാൽ പോലും അബ്ദുറഹ്മാൻ്റേത് ഒരു സുരക്ഷിതമായ സീറ്റ് ആണെന്ന് ഒരിക്കലും വരാൻ കഴിയില്ല. കടുത്ത മത്സരമാണ് അബ്ദുറഹ്മാൻ നേരിടുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഒല്ലൂരിൽ നിന്ന് മന്ത്രി രാജനും വലിയ ഭീഷണിയൊന്നുമില്ല. അദ്ദേഹം ജയിക്കുമെന്ന് തന്നെയാണ് LDF-ൻ്റെ വിശ്വാസം. അതേസമയത്ത് ഇരിഞ്ഞാലക്കുടയിൽ മത്സരിക്കുന്ന ബിന്ദു കടുത്ത മത്സരമാണ് നേരിടുന്നത്. ബിന്ദു ഏതാണ്ട് ജയിക്കാൻ സാധ്യതയില്ലാത്തവരുടെ പട്ടികയിലാണ് പൊതുവെ എല്ലാവരും ബിന്ദുവിനെ പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് തൃത്താലയിൽ MP രാജേഷ് ആണ് മത്സരരംഗത്തുള്ളത്. അദ്ദേഹം കോൺഗ്രസിലെ ബലറാമിനോടാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യത തീരെ കുറവാണെന്നാണ് അവസാനത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ തന്നെ നേരിയ ഭൂരിപക്ഷത്തിനാണ് രാജേഷ് ജയിച്ചത്. അതിനു മുമ്പ് അദ്ദേഹം പാർലമെൻറ്റ് അംഗമായിരുന്നു. അസംബ്ലിയിലേക്ക് കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് ജയിച്ച അദ്ദേഹം ഇത്തവണ ആദ്യം മത്സരരംഗത്തില്ല എന്നൊക്കെയുള്ളൊരു സൂചനകളുണ്ടായിരുന്നു. എന്തു തന്നെയായാലും മന്ത്രി രാജേഷ് ഇത്തവണ ജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് സൂചനകൾ. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്ന് മത്സരിക്കുന്ന OR കേളുവിൻ്റെ സ്ഥിതിയും അത്ര സുരക്ഷിതമല്ല. ഇവിടെയുള്ള 3 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 2 സീറ്റും UDF ആണ് നേടിയത്. മാനന്തവാടി മാത്രമാണ് LDF നേടിയത്. എന്നാൽ ഇത്തവണ 3 സീറ്റും UDF നേടാനുള്ള സാധ്യതയാണ്. അങ്ങനെ വന്നാൽ മാനന്തവാടിയിൽ നിന്ന് OR കേളു പരാജയപ്പെടുമെന്ന് ഉറപ്പാണ്.
എറണാകുളം പൊതുവെ UDF അനുകൂല ജില്ലയാണ്. പക്ഷേ കഴിഞ്ഞ തവണ എറണാകുളത്തെ കളമശ്ശേരിയിൽ നിന്നാണ് P. രാജീവ് ജയിച്ച് വ്യവസായ മന്ത്രിയായത്. ഇത്തവണയും അദ്ദേഹത്തെ എതിർക്കുന്നത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ്. കടുത്ത മത്സരം നേരിടുന്നുണ്ടെങ്കിലും P. രാജീവ് ജയിച്ചു വരുമെന്നതിനാണ് പൊതുവെ കരുതപ്പെടുന്നത്. മറ്റൊരു മന്ത്രി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹം ഇടുക്കി ജില്ലയിലെ ഇടുക്കി മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി നേടുന്നത്. ഇത്തവണ അതിശക്തമായ മത്സരമാണ് റോഷി അഗസ്റ്റിൻ നേരിടുന്നത്. കോൺഗ്രസിലെ റോയ് കെ പൗലൂസാണ് അദ്ദേഹത്തെ നേരിടുന്നത്. ഇത്തവണ അവിടെ UDF ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായി മന്ത്രിസഭയിലെ പരാജയപ്പെടുന്ന മന്ത്രിമാരിൽ ഒരാളായിരിക്കും റോഷി അഗസ്റ്റിൻ. കോട്ടയത്ത് VN വാസവൻ സുരക്ഷിതമായ ഏറ്റുമാനൂർ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് കടുത്ത മത്സരം അല്ലെങ്കിൽ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും VN വാസവന് ജയിച്ചു വരാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കടുത്ത മത്സരം നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ്. കാരണം ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായി CPM-നകത്ത് പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. മുൻ മന്ത്രി G. സുധാകരൻ്റെ നേതൃത്വത്തിൽ വലിയൊരു വിപ്ലവമാണ് പാർട്ടിക്കെതിരെ നടന്നത്. അദ്ദേഹം സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നു. സ്വാഭാവികമായും അതിൻ്റെയൊക്കെ ഒരു ചലനം കായംകുളത്തും ചെങ്ങന്നൂരിലുമൊക്കെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്നാൽ പോലും സജി ചെറിയാൻ ജയിച്ചു വരും എന്ന് തന്നെയാണ് LDF പ്രതീക്ഷിക്കുന്നത്. ഏതായാലും തോൽക്കാൻ സാധ്യതയുള്ള മന്ത്രിമാരുടെ പട്ടികയിൽ ഇപ്പോൾ പലരും സജി ചെറിയാനെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ചേർത്തലയിൽ P. പ്രസാദ് കടുത്ത പോരാട്ടമാണ് നേരിടുന്നത്. CPI നേതാവാണ് P. പ്രസാദ് കുമാർ. അദ്ദേഹവും ജയിച്ചു വരും എന്ന് ഉറപ്പുള്ള മന്ത്രിമാരിൽ പെടുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അല്പം സന്നിഗ്ധാവസ്ഥയിലാണെന്നാണ് പൊതുവെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കടുത്ത മത്സരം നടക്കുന്നത് ആറന്മുളയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ ഒരു മതവിഭാഗത്തിന്, പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിന് ശക്തമായ പിന്തുണയിലാണ് വീണ ജോർജ് ആറന്മുളയിൽ ജയിച്ചു വന്നത്. ഇത്തവണയും അവർക്ക് ആ മതവിഭാഗത്തിന് പിന്തുണയുണ്ട്. എന്നാൽ പോലും കടുത്ത മത്സരം കോൺഗ്രസിലെ അബിൻ വർക്കിയാണ് ആറന്മുളയിൽ വീണ ജോർജിനെ നേരിടുന്നത്. നല്ലൊരു ശതമാനം ഹിന്ദു വോട്ടുകൾ BJP നേതാവ് കുമ്മനം രാജശേഖരന് പിടിക്കുന്ന സമയത്ത് വീണ ജോർജിൻ്റെ കാര്യം അല്പം പരിങ്ങലിലാവും എന്നാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. മറ്റൊരു കടുത്ത മത്സരം നടക്കുന്നത് പത്തനാപുരത്താണ്. കൊല്ലം ജില്ലയിലെ ഗണേഷ് കുമാറാണ് അവിടുന്ന് ജനവിധി തേടുന്നത് മന്ത്രി. പൊതുവെ വ്യാപകമായ എതിർപ്പുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് സംസ്ഥാന തലത്തിലാണ് ആ എതിർപ്പുകൾ ഉണ്ടായത്. മണ്ഡലത്തിനകത്ത് ഗണേഷ് കുമാറിന് വലിയ സ്വാധീനമാണ്. R. ബാലകൃഷ്ണപിള്ളയ്ക്കും ഗണേഷ് കുമാറിനുമൊക്കെ തങ്ങളുടെ സ്വന്തം മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതേസമയത്ത് അദ്ദേഹത്തെ എതിർക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ എതിരായിട്ടും പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം ആ എതിർപ്പ് ഫലവത്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ പലരും പറയുന്നത് പത്തനാപുരത്തിന് ഇത്തവണ ഗണേഷ് കുമാർ ജയിച്ചു വരാൻ കഴിയില്ല എന്നാണ്. എന്തു തന്നെയായാലും കടുത്ത മത്സരമാണ് ഗണേഷ് കുമാർ പത്തനാപുരത്ത് നേരിടുന്നത്. പിണറായി മന്ത്രിസഭയിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരു മന്ത്രി KN ബാലഗോപാലാണ്. അദ്ദേഹം മത്സരിക്കുന്നത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണയാണ് അദ്ദേഹം കൊട്ടാരക്കരയിൽ ജയിച്ചത്. അതിനു മുമ്പ് കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ച ഐഷ പോറ്റി, 3 തവണ ജയിച്ച ഐഷ പോറ്റി, ആ ഐഷ പോറ്റിക്ക് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയായിട്ടാണ് വരുന്നത്. ഐഷ പോറ്റിക്ക് ജയസാധ്യതയുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ പിണറായി മന്ത്രിസഭയിലെ ധനമന്ത്രിയും പരാജയപ്പെടാനാണ് സാധ്യത. ചടയമംഗലത്ത് CPI നേതാവ് മന്ത്രി ചിഞ്ചുറാണി മത്സരിക്കുന്നു. ചിഞ്ചുറാണി നേരത്തെ മണ്ഡലം മാറുമെന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ചടയമംഗലത്ത് മാറി ചിഞ്ചുറാണി ചാത്തന്നൂരിൽ മത്സരിക്കുമെന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. എന്തു തന്നെയായാലും ചിഞ്ചുറാണി ചടയമംഗലത്ത് തന്നെയാണ് മത്സരിക്കുന്നത്. കടുത്ത മത്സരമാണ് ചിഞ്ചുറാണി നേരിടുന്നത്. പക്ഷേ ചിഞ്ചുറാണി എങ്ങനെയെങ്കിലും കടന്നുകൂടുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് കാര്യമായ വെല്ലുവിളി നേരിടാത്ത മറ്റൊരു മന്ത്രി നെടുമങ്ങാട് നിന്ന് മത്സരിക്കുന്ന GR അനിലാണ്. കാരണം CPIക്കും അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് അത്രമാത്രം സ്വാധീനമുള്ള മണ്ഡലമാണ് നെടുമങ്ങാട്. അദ്ദേഹത്തെ എതിർക്കുന്ന സ്ഥാനാർത്ഥിയും അത്ര കരുത്തനല്ല എന്നൊരു ഗുണം അല്ലെങ്കിൽ ഒരു അനുകൂല സാഹചര്യം GR അനിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പഴയ സഹപ്രവർത്തനം തന്നെയാണ് അദ്ദേഹത്തെ എതിർക്കുന്നത്. അതേസമയത്ത് കോൺഗ്രസ് നേതാവ് ഷെരീഫ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വെല്ലുവിളി GR അനിൽ നേരിട്ടേനെ എന്ന് പറയുന്നു. എന്തു തന്നെയായാലും പിണറായി മന്ത്രിസഭയിലെ അംഗമായ GR അനിലിന് ഇത്തവണ വലിയ വെല്ലുവിളികളൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന് ജയിച്ചു വരാൻ കഴിയുമെന്നാണ് കരുതുന്നത്. എന്നാൽ പരാജയപ്പെടും എന്നുറപ്പുള്ള, ഏതാണ്ട് പരാജയം ഉറപ്പിച്ച മറ്റൊരു മന്ത്രി V. ശിവൻകുട്ടിയാണ്. നേമത്ത് മത്സരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ BJP ശക്തമായ മത്സരമാണ് നടത്തുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് തന്നെയാണ് ഈവൻ CPM ജില്ലാ കമ്മിറ്റിയുടെ കൂടെ വിലയിരുത്തൽ എന്നാണ് അറിയുന്നത്. ഏതായാലും
ഏതാണ്ട് ഉറപ്പായിട്ടുള്ള മന്ത്രിമാരിൽ പരാജയപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യം പരാജയപ്പെടുന്ന മന്ത്രി നേമത്തിന് വി ശിവൻകുട്ടിയായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് പിണറായി മന്ത്രിസഭയിലെ 9-10 മന്ത്രിമാർ വിജയിച്ചു വരാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ